ഹേയ്, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ദേവന് ഇനി ഇങ്ങനെ ഇവിടെ ആപത്താണ്. അവൻ നമ്മൾ എന്തിനോ പേടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെ കാണാൻ മാത്രം നിന്ന് വരുന്നത്. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളറിയാതെ അവന് വേറെന്തൊക്കെയോ പരിപാടിയുണ്ട്. നമ്മുടെ ആ സൈക്കോളജി ഇല്ലേ, അയാളായിട്ട് പിന്നെ കാര്യമായിട്ട് എന്തോ ഇടപാടുണ്ട്. പക്ഷെ നീ പറഞ്ഞതിൽ ഒന്നും അങ്ങോട്ട് പിടിതരുന്നില്ല. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴാ എന്താ പെരുമാറാൻ നമുക്ക് പറയാൻ പറ്റില്ല. അവനൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാ, അവൻ ഏത് സമയം വേണമെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അവന്റെ പെരുമാറ്റം കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നത്. നീ ഒരുമാതിരി പേടിപ്പിക്കുന്ന വർത്താനം പറയരുത്. എനിക്ക് രാത്രി അവനോട് കിടക്കാനുള്ളതാ. അതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ ഒരുമിച്ച് ഒരു റൂമില്ല. ഇത്രയും നാളെ നിന്റെ കൂടെ ഉണ്ടായിരുന്ന ദേവനിൽ എപ്പോൾ നിന്റെ കൂടെ ഉള്ളത്? അവന് ചുറ്റും നിറയെ സീക്രട്സ് ആണ്. പോരാത്ത നമ്മളോടെന്താ ദേഷ്യവും. നമ്മളിങ്ങനെ നല്ല ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇതിനൊരു സൊല്യൂഷൻ പറ. അവനെന്റെ അടുത്ത് കിടക്കുന്ന കാരണം 3-4 ദിവസമായി കിടന്ന് ഉറങ്ങിയിട്ട്. നമ്മൾ ഈ കമ്പനി തുടങ്ങിയ ശേഷം അവനോട് മിണ്ടാതായത്. അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ എവിടെ കണ്ടാലും തുടങ്ങും അവന് സൂക്കേട്. നമുക്ക് കംപ്ലൈന്റ് ചെയ്ത് അവന്റെ റൂം മാറ്റിയാലോ? അല്ലെങ്കിൽ വേണ്ട, അതവന് കൂടുതൽ ദേഷ്യം കൂടിയുള്ളൂ. ഞാൻ റൂം മാറിയാലോ? ഓ, ഒരു പിടി കിട്ടുന്നില്ലല്ലോ. ഓ, നീ ഇങ്ങനെ പുക വിട്ടിരിക്കാതെ ഇതിനൊരു സൊല്യൂഷൻ പറ. നീ എന്റെ മേക്കിട്ട് കയറി കാര്യമില്ല. ഇത് അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയേ നമ്മൾ മുമ്പിലുള്ളൂ. അവൻ നമ്മളെന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് അവനെന്തെങ്കിലും ചെയ്യണം. നീ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? The number you have called is busy. Please call after some time. ഞാൻ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ ഒരു മിനിറ്റ്, അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. നമ്മളിങ്ങനെ നല്ല ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇതിനൊരു സൊല്യൂഷൻ പറ. അവനെന്റെ അടുത്ത് കിടക്കുന്ന കാരണം 3-4 ദിവസമായി കിടന്ന് ഉറങ്ങിയിട്ട്. ഞാൻ തമ്മിൽ ഈ കമ്പനി തുടങ്ങിയ ശേഷം അവനോട് മിണ്ടാതായത്. അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ തമ്മിൽ എവിടെ കണ്ടാലും തുടങ്ങും അവനീ സൂക്കേട്. നമുക്ക് കംപ്ലൈന്റ് ചെയ്ത് അവന്റെ റൂം മാറ്റിയാലോ? അല്ലെങ്കിൽ വേണ്ട, അതവന് കൂടുതൽ ദേഷ്യം കൂടിയുള്ളൂ. ഞാൻ റൂം മാറിയാലോ? ഓ, ഒരു പിടി കിട്ടുന്നില്ലല്ലോ. ഓ, നീ ഇങ്ങനെ പുക വിട്ടിരിക്കാതെ ഇതിനൊരു സൊല്യൂഷൻ പറ. നീ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്?
കുഴപ്പമുണ്ട്.